അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ മാസം തീരുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരു 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഒരു ദിവസം ഇടവിടാതെ തുടർച്ചയായിട്ട് നിങ്ങൾ 7 ദിവസം ചെയ്യണം. സാമ്പത്തിക അഭിവൃദ്ധി ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണ് ഉള്ളത്? ആരുടെയും മുന്നിൽ തലകുനിക്കാതെ, കൈനീട്ടാതെ, യാചിക്കാതെ അന്തസ്സോടുകൂടി ജീവിക്കുന്ന കാലത്തോളം ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ പല ആളുകളും ജീവിതത്തിലുള്ള പല സന്തോഷങ്ങളും സുഖങ്ങളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം നാട്ടിലുമായിട്ടും അതുപോലെ വിദേശത്തൊക്കെയായിട്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടും പല ജോലികൾ മാറ്റി ചെയ്തിട്ടും പല ബിസിനസ്സുകൾ ചെയ്തിട്ടും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയരാതെ എന്നും കടക്കെണിയിൽപ്പെട്ട് ബാധ്യതകൾ അധികരിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷമില്ലാതെ പ്രയാസത്തോടു കൂടി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്, നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും നിങ്ങൾക്ക് അതോടെ മാറിക്കിട്ടും. നിങ്ങൾക്ക് എത്ര തുക കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ ചെയ്യേണ്ടത് മുടങ്ങാതെ 7 ദിവസം നിങ്ങൾ ഇത് ചെയ്യണം. എന്നാൽ നിങ്ങൾക്കതുകൊണ്ട് ദുനിയാവിൽ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്നതാണ്. മഹാന്മാർ പറയുന്നത്, നാം പോലും ചിന്തിക്കാത്ത വഴികളിലൂടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സമ്പത്ത് നൽകുക. നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ലഭിക്കാനുള്ള, പണം ധാരാളം നമുക്ക് ലഭിക്കാനുള്ള പല അവസരങ്ങളും നമുക്ക് വന്നു ചേരും. ആ ഒരു അവസരങ്ങളിലൂടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല സാമ്പത്തികമായിട്ട് നമുക്ക് മെച്ചം നൽകുക. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകളുണ്ടല്ലോ നമ്മുടെ പരിചയത്തിലൊക്കെ നല്ല ശമ്പളമുള്ള ജോലിയായിരിക്കും അവർക്കുണ്ടാകുക, അല്ലെങ്കിൽ നല്ല ബിസിനസ് ഉണ്ടാകും, നല്ല വരുമാന മാർഗം ഉണ്ടാകും. എന്നാലും അവർക്ക് എന്നും പ്രയാസമായിരിക്കും, സാമ്പത്തിക പ്രയാസമായിരിക്കും, കടങ്ങളായിരിക്കും, ദാരിദ്ര്യമായിരിക്കും. അതിന് കാരണം എന്താണ്? അവർക്ക് ലഭിക്കുന്ന ആ സമ്പത്തിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. നമുക്കൊക്കെ ഇനി എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും, വലിയ ശമ്പളമുള്ള ജോലിയുണ്ടെങ്കിലും, നല്ല വരുമാന മാർഗമുള്ള ബിസിനസ്സുകൾ ഉണ്ടെങ്കിലും, നമുക്കോ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലോ ഒരു രോഗം വന്നാൽ തീരാൻ മാത്രമേ ഉള്ളൂ അതൊക്കെ. നമ്മുടെ സമ്പത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് തിരിച്ചെടുക്കാൻ ഒരു പണിയുമില്ല. അതാണ് പലർക്കും നല്ല സാമ്പത്തികമായിട്ടുള്ള വരുമാനമുണ്ടായിട്ടും അവർക്ക് എന്നും കടങ്ങൾ ഉണ്ടാകുന്നത്, ദാരിദ്ര്യമുണ്ടാകുന്നത് സമ്പത്തിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അല്ലാഹു നൽകുന്ന സമ്പത്തിൽ, പണത്തിൽ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന രോഗങ്ങളോ മറ്റ് പ്രയാസങ്ങളോ ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകില്ല. നമ്മുടെ സമ്പത്ത് നമ്മൾ പോലും അറിയാത്ത പല വിധത്തിലുള്ള ചിലവുകൾ നമുക്ക് വരും ചില സമയത്ത്. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകില്ല. അതിൽ നിന്നൊക്കെ അല്ലാഹു നമുക്ക് കാവൽ നൽകും. ചില സമയത്തൊക്കെ നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന പലർക്കും അനുഭവമുണ്ടാകും. നമ്മൾ ജോലി ചെയ്തോ മറ്റു മാർഗത്തിലൂടെ നമ്മൾ സ്വരൂപിച്ച് വെച്ച എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയിട്ടോ നമ്മൾ എടുത്തു വെച്ച 1 ലക്ഷമോ 2 ലക്ഷമോ അതിലധികമോ ഒക്കെ നമ്മുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ, നമ്മൾ പോലും അറിയാത്ത എന്തെങ്കിലും ചിലവുകൾ വന്ന് ആ പണം ചിലവായി പോവും. എത്രയോ ആളുകൾക്ക് അനുഭവം ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ച പണമായിരിക്കും, എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല ആ പണം കൊണ്ട് നടക്കുക. മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ആ പണം ചിലവായി പോകും. അപ്പോൾ അതൊക്കെയും കാരണം
ആ പണത്തിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. ബറക്കത്തില്ലാത്ത പണം, നമ്മൾ എത്ര തന്നെ കോടിക്കണക്കിന് രൂപ നമ്മുടെ കൈവശമുണ്ടെങ്കിലും ആ പണം കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ഉണ്ടാകില്ല. ഇനി നമ്മൾ ആ പണം കൊണ്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചാൽ ആ വാങ്ങിച്ച സാധനത്തിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകില്ല, ഒരു സന്തോഷവും നമുക്ക് ആ കാര്യത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ നമുക്ക് ബറക്കത്തുണ്ടാകണം. ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ബറക്കത്ത് ഉണ്ടാവുകയും നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് അധികരിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കടങ്ങളുണ്ടാകില്ല, ദാരിദ്ര്യമുണ്ടാകില്ല. സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ മരണം വരെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ്. ഈ സൂറത്താണ് നിങ്ങൾ 7 ദിവസം മുടങ്ങാതെ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഓതേണ്ടത്. അതുകൊണ്ട് അശുദ്ധിയുള്ള സ്ത്രീകളൊക്കെ എന്ത് ചെയ്യുക? അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായതിൻ്റെ ശേഷം ഈ കാര്യം ചെയ്യുക. ഇത് സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താവിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് ചെയ്യാം. അതുപോലെ മക്കളുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മയ്ക്ക് ചെയ്യാം, ഉപ്പയ്ക്ക് ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഇത് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് നിങ്ങൾ ഒരു ആഴ്ച തന്നെ ചെയ്താൽ തന്നെ അതിന് ഫലം ഉണ്ടാകുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ മഹാന്മാർ പിന്നീട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വലിയ പണക്കാരനായി മാറുമെന്ന്, വലിയ സമ്പന്നനായി മാറുമെന്ന്. നിങ്ങളിത് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണം വരെ സാമ്പത്തിക ഉയർച്ച അധികരിച്ചു കൊണ്ടേയിരിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ സമ്പന്നനാകാൻ, വലിയ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു പരിശുദ്ധ ഇസ്ലാമിക മാർഗമാണ് ഇത്. ഇതിനു വേണ്ടി നാം ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ 5 വക്ത് നിസ്കാരവും നിർബന്ധമായിട്ടും കളാതെ നിസ്കരിക്കണം. അത് നമ്മുടെ കടമയാണ്. അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മുസ്ലിമുകൾക്കും നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, തുടർച്ചയായിട്ട് 7 ദിവസം. മാത്രമല്ല, നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സുബ്ഹിക്ക് ശേഷം നിങ്ങൾ ഒരിക്കലും കിടന്നുറങ്ങരുത്. അങ്ങനെ കിടന്നുറങ്ങുന്നവർ ഈ കാര്യം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം സുബ്ഹിക്കുള്ള ആ ഉറക്കം അത് ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതത്തിലെ പരാജയത്തിന് കാരണമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു നല്ല ഉറക്കമല്ല. ആ സമയത്ത് ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലൊക്കെ അത്താഴത്തിന് എണീറ്റ് പലരും ചെയ്യുന്നൊരു കാര്യമാണ്, അത്താഴച്ചോറുണ്ട് സുബ്ഹി നിസ്കരിച്ചുകൊണ്ട് പിന്നീട് അങ്ങ് ഉറങ്ങും. അതൊരു വല്ലാത്തൊരു സുഖമായിരിക്കും അവർക്ക്. ആ ഉറങ്ങി പിന്നീട് അവർ എണീക്കുക 8 മണി അല്ലെങ്കിൽ 10 മണിയൊക്കെ ആകും പലരും എണീക്കാൻ. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾ സുബ്ഹിക്ക് അത്താഴം കഴിച്ചതിന് ശേഷം സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങരുത്. അത് നിങ്ങളുടെ വലിയ വലിയ പരാജയത്തിന് കാരണമാകും. പ്രിയപ്പെട്ടവരെ, മഹാന്മാർ പറയുന്നത്, ആ സമയത്ത് കിടന്നുറങ്ങുന്നവർ വലിയ മടിയന്മാരായിരിക്കും. ഒരു ജോലി ചെയ്യാനോ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനോ അവർക്കൊരു താല്പര്യമുണ്ടാകില്ല. അവർക്ക് ആ ദിവസം ഒരു ഉന്മേഷമുണ്ടാകില്ല. അവരുടെ മുഖത്ത് തന്നെ ഒരു തെളിച്ചമുണ്ടാകില്ല. മനസ്സിനാണെന്നുണ്ടെങ്കിലോ ഒരു സന്തോഷവും ഒരു സമാധാനവും ഉണ്ടാകില്ല. ടെൻഷനുകൾ കയറി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പല ലക്ഷ്യങ്ങളും നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കില്ല. നമുക്കൊക്കെ എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ആരും തന്നെ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരില്ല. എന്നാൽ നമ്മൾ ഇങ്ങനെ സുബ്ഹിക്ക് കിടന്നുറങ്ങിയാൽ ആ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതായത് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ സുബ്ഹിക്ക് എണീറ്റ്
സുബഹിയൊക്കെ നിസ്കരിച്ച് ഒരു ചെറിയ കട്ടൻ ചായയൊക്കെ കുടിച്ച് നിങ്ങൾ ആ ദിവസം ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ സുബഹിക്ക് തന്നെ ഒന്ന് ചെയ്തു നോക്കൂ. എന്നാൽ നിങ്ങൾക്ക് സുബഹിക്ക് കിടന്നുറങ്ങി 9 മണി 10 മണിക്ക് എണീൽക്കുന്ന ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ ആ ദിവസം ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ സമയമാകുമ്പോഴേക്കും ചെയ്തു തീർക്കാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് ബാക്കിയായിരിക്കും. ആ സമയത്തും നിങ്ങൾക്ക് മറ്റു പല മാർഗങ്ങളും ചിന്തിക്കാനും ചെയ്തു തീർക്കാനും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ചിലവഴിക്കാനും നിങ്ങൾക്ക് സമയമുണ്ടാകും. മാത്രമല്ല ആ ദിവസം നിങ്ങൾക്കൊരു റാഹത്തായിരിക്കും, ഒരു സന്തോഷമായിരിക്കും ആ ദിവസം നിങ്ങൾക്കുണ്ടാകുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ല തെളിച്ചമുണ്ടാകും. നിങ്ങൾക്ക് മറ്റു പല നിങ്ങളുടെ ജീവിതത്തിലുള്ള വിജയത്തിനാവശ്യമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിക്കാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. കാരണം സുബഹിക്ക് കിടന്നുറങ്ങുന്നവരുടെ ജീവിതം പിന്നീട് ആ ദിവസം ശൈത്താൻ്റെ കയ്യിലായിരിക്കും. ഒരു ബാലൻസ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആ ദിവസം നിങ്ങൾക്ക് ഒരു റാഹത്തുണ്ടാകില്ല. മാത്രമല്ല ആ ദിവസത്തിൽ നിങ്ങൾ ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല. കാരണം ആ ദിവസം ഇബ്ലീസിൻ്റെ കയ്യിലാണ് നിങ്ങളുടേത്. ഇബ്ലീസ് ഉദ്ദേശിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ആ ദിവസം മുന്നോട്ട് പോകുക. അതാണ് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ചില ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ നോക്കുമ്പോൾ നമുക്ക് മടി തോന്നുന്നത്, നമുക്കൊരു തളർച്ച തോന്നുന്നത്, ഒരു ഉന്മേഷമില്ലാത്തത്, ഒരു വലിയ മൂഡ് ഓഫ് വരുന്നത്. ഇതൊക്കെയും നമ്മൾ സുബഹിക്ക് കിടന്നുറങ്ങുന്നത് കൊണ്ട് നമ്മുടെ ആ ദിവസത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുകയാണ്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ സുബഹിക്ക് കിടന്നുറങ്ങി. മഹാനവറുകളുടെ മകൻ സുബഹിക്ക് അങ്ങനെ കിടന്നുറങ്ങുകയാണ്. ആ സമയത്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ കിടന്നുറങ്ങുന്നത് കാണുന്നത്. ആ സമയത്ത് മഹാനവറുകൾ തൻ്റെ മകൻ്റെ കാലിന് ഒരു തട്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു, മകനെ എണീക്ക്, ഈ സമയത്ത് ഒരിക്കലും കിടന്നുറങ്ങരുത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും എൻ്റെ പൊന്നുമോനി ഈ സമയത്ത് കിടന്നുറങ്ങാനുള്ള ഒരു അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ, മനസ്സ് കൊടുക്കാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്തു. എന്നതിൻ്റെ ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മകനോട് പറയുകയാണ്, മകനെ നീ ഈ കിടന്നുറങ്ങുന്ന സമയമുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു തആല ഭക്ഷണം നൽകുന്ന, അന്നം നൽകുന്ന സമയമാണ്, റിസ്കിൽ വിശാലത നൽകുന്ന സമയമാണ്. ഒരിക്കലും ഈ സമയത്ത് കിടന്നുറങ്ങരുത് പൊന്നുമോനെ. അങ്ങനെ കിടന്നുറങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾക്ക് ഭക്ഷണം നൽകുന്നത്, അന്നം നൽകുന്നത്, റിസ്കിൽ വിശാലത നൽകുന്നത് അത് നിനക്ക് ലഭിക്കില്ല മോനെ. അതുകൊണ്ട് തന്നെ പിന്നീട് മരണം വരെ നിനക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാകില്ല, നിനക്ക് ദാരിദ്ര്യമായിരിക്കും ഉണ്ടാകുക. മാത്രമല്ല നിനക്ക് ജീവിതത്തിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടാകും. നീ വലിയ മടിയനാകും, നിനക്കൊരു ഉന്മേഷമുണ്ടാകില്ല, നിനക്കൊരു റാഹത്തുണ്ടാകില്ല, നിനക്ക് ജീവിതം തകരും. അത് ദുനിയാവിലെ ജീവിതം മാത്രമല്ല നിൻ്റെ ആഖിറത്തിലെയും ജീവിതം തകരും. അതുകൊണ്ട് ആ സുബഹി സമയത്തുള്ള ആ ചെറിയ സുഖത്തോടു കൂടിയുള്ള ഉറക്കം നീ ഒരിക്കലും ഉറങ്ങരുത് പൊന്നുമോനെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം മകനോട് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മഹാന്മാർ പറയുന്നത് സുബഹി സമയത്ത് ഉറങ്ങുന്നത് കൊണ്ട് വാർദ്ധക്യം പെട്ടെന്ന് വന്നു ചേരുമെന്നാണ്. അതായത് പെട്ടെന്ന് വയസ്സനായി തോന്നും. 30 വയസ്സും 35 വയസ്സും ഒക്കെയുള്ള ചെറുപ്പക്കാരെയൊക്കെ കണ്ടാൽ അവർക്ക് പ്രായം തോന്നും, വയസ്സന്മാരായി തോന്നും. അതുപോലെ തന്നെ സൗന്ദര്യം നഷ്ടപ്പെടും, നമ്മുടെ ഗ്ലാമർ നഷ്ടപ്പെട്ടു പോകും സുബഹി സമയത്ത് ഉറങ്ങിയാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രായത്തെ അതിജീവിക്കുന്ന ഒരു ശരീരഘടന നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, നല്ല ചുറുചുറുക്കുള്ള ഒരു സൗന്ദര്യവാനായി നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നല്ല സന്തോഷവും റാഹത്തും ബറക്കത്തും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും സുബഹി സമയത്ത് കിടന്നുറങ്ങരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ സമയത്ത് ഉറങ്ങുന്നവരുടെ
അവരുടെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, അവരുടെ ജീവിതത്തിലെ എന്തെല്ലാം ആവശ്യങ്ങളും ലക്ഷ്യങ്ങളുമുണ്ടോ അതൊക്കെയും തടസ്സം വരുത്തുന്ന ഒരു ഉറക്കമാണ് ഈ സുബഹി സമയത്തെ ഉറക്കം എന്ന്. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് അത് ഫലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും സുബഹിക്ക് കിടന്നുറങ്ങരുത്. അതുപോലെ എല്ലാ 5 വക്തും നിങ്ങൾ നിസ്കരിച്ചിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് 7 ദിവസം എല്ലാ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും, അതായത് സുബഹി നിസ്കാരത്തിന് ശേഷം, അതുപോലെ ളുഹർ നിസ്കാരത്തിന് ശേഷം, അസർ നിസ്കാരത്തിന് ശേഷം, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം, ഇശാ നിസ്കാരത്തിന് ശേഷവും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് 40 പ്രാവശ്യം ഓതണം. അതായത് എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ദിക്റുകളും ദുആകളും സ്വലാത്തുകളും എല്ലാ അദ്കാറുകളും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഈ ഒരു സൂറത്ത് 40 പ്രാവശ്യം ഓതുക. അങ്ങനെ നിങ്ങൾ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതുക. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ 7 ദിവസം ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ 1 മാസം പിന്നീട് വെയിറ്റ് ചെയ്യുക. 1 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്ന് നോക്കുക, നിങ്ങളുടെ സമ്പത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത മാസവും ഇതുപോലെ 7 ദിവസം ചെയ്യുക. അങ്ങനെ നിങ്ങൾ എല്ലാ മാസവും ഇതുപോലെ 7 ദിവസം ഈ രീതിയിൽ ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾ വലിയ സമ്പന്നനായി മാറും. നിങ്ങളുടെ എല്ലാ കടങ്ങളും മാറിക്കിട്ടും, എല്ലാ കടങ്ങളും വീടിക്കിട്ടും. മാത്രമല്ല, നിങ്ങൾ 7 ദിവസം ചെയ്താൽ തന്നെ ഇതിന് ഫലം ഉറപ്പാണ്. എന്നാൽ നിങ്ങൾ ഇത് എല്ലാ മാസവും തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ വലിയ പണക്കാരനായി മാറും. എത്രയോ ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ് ഇത് ഞാൻ പറയുകയല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ അത് അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ കാര്യമാണ് ഇത്. മാത്രമല്ല, ഇതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരില്ല. നിങ്ങൾ പോലും അറിയാത്ത പല ചിലവുകളും വന്ന് നിങ്ങളുടെ പണം നഷ്ടമാകില്ല, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകില്ല, നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും. നിങ്ങൾ ഓതേണ്ട സൂറത്ത് ഇതാണ്, അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത്. അലം നശ്റഹ് ലക സദ്റക് എന്ന ഈ സൂറത്ത് നമുക്ക് എളുപ്പത്തിൽ ഓതി തീർക്കാൻ പറ്റിയ ഒരു സൂറത്താണ് ഇത്. ഈ സൂറത്താണ് നിങ്ങൾ എല്ലാ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും 40 പ്രാവശ്യം ഓതേണ്ടത്. അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ദിവസം വിടാതെ 7 ദിവസം ഓതുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വലിയ ഐശ്വര്യവാനാക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തിൽ ബർക്കത്തും നൽകട്ടെ. എല്ലാ കടങ്ങളും മാറ്റിത്തരട്ടെ. ഈ അറിവ് നമുക്ക് കേൾക്കാനുള്ള ഒരു ഭാഗ്യം, ഒരു തൗഫീക്ക് ലഭിച്ചതുപോലെ ഈ അറിവ് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും നമുക്കെല്ലാവർക്കും ഐശ്വര്യം നൽകട്ടെ. ആരുടെയും മുന്നിൽ കൈനീട്ടാതെ, തലകുനിക്കാതെ, സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും മരണം വരെ നല്ല സാമ്പത്തിക സ്രോതസ്സോടുകൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.